നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ലേക്ക് സമീപമുള്ള പ്രദേശങ്ങളും ഉണ്ടായി. പുലർച്ചെ 5:30 ഭൂചലനം ഉണ്ടായത്. ഭൂമിയുടെ അടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കി. ഞായറാഴ്ച റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം താജിക്കിസ്ഥാനിൽ ഉണ്ടായതായും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂകമ്പത്തിന്റെ തീവ്രത 4.5 ആയിരുന്നു. രാജ്യത്തെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് സീസ്മോളജി. അതേസമയം ഡൽഹിയിലേക്ക് വരുമ്പോൾ അവിടെ കടുത്ത മൂടൽമഞ്ഞാണ്. ദേശീയ തലസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് മൂടിയതിനെ തുടർന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഡൽഹി NCR മേഖലയിൽ മൂടൽമഞ്ഞുണ്ടായി. പല പ്രദേശങ്ങളും ദൃശ്യപരതയുണ്ടായി. രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ വൈകി ഓടുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിമാനങ്ങൾക്ക് ലാൻഡിംഗിലും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡൽഹി എയർപോർട്ട് നിർദ്ദേശിച്ചു. പുതുക്കിയ വിവരങ്ങൾക്കായി യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും ഡൽഹി എയർപോർട്ട് അഡ്വൈസറി അറിയിച്ചു. മൂടൽമഞ്ഞ്, മഞ്ഞ്, മഴ തുടങ്ങിയ കുറഞ്ഞ ദൃശ്യപരതയിൽ വിമാനങ്ങളെ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന നാവിഗേഷൻ സംവിധാനമൊക്കെ ഉണ്ട്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ വിമാന സർവീസുകളൊക്കെ കുറയ്ക്കുന്നത്. കുറഞ്ഞത് 50 മീറ്റർ ദൃശ്യപരതയോടെ ലാൻഡിംഗ് നടത്താൻ ഇതിലൂടെ സാധിക്കും. ജനുവരി മാസത്തിൽ ഇടതൂർന്ന മൂടൽമഞ്ഞ് കാണപ്പെടുന്നുണ്ട്. ഇത് പൊതുവായ ദൃശ്യപരതയിലും റൺവേ വിഷ്വൽ റേഞ്ച് ദൃശ്യപരതയിലും കുറവുണ്ടാക്കുന്നു. ദൃശ്യപരത ചില മാനദണ്ഡങ്ങൾക്ക് താഴെയായതിനാൽ ഫ്ലൈറ്റ് ചലനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. അതിനിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ട്രെയിനുകൾ സമയക്രമം തെറ്റിച്ചതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിട്ടു. തിങ്കളാഴ്ചയും മൂടൽമഞ്ഞും തണുപ്പും ദേശീയ തലസ്ഥാനത്തെ റെയിൽ വിമാന ഗതാഗതത്തെ ബാധിച്ചു. നിരവധി ട്രെയിനുകളും വിമാനങ്ങളും വൈകി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജനുവരി 30 ദേശീയ തലസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ആഴം കുറഞ്ഞ രീതിയിലുള്ള, അതായത് കട്ടി കുറഞ്ഞ തരത്തിലുള്ള മൂടൽമഞ്ഞാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഒരിടത്ത് മൂടൽമഞ്ഞ്, മറ്റൊരിടത്ത് ഭൂചലനം, അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാലാവസ്ഥാപരമായ പ്രതികൂലങ്ങൾ ഇങ്ങനെ നേരിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.